അപ്പോൾ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്മെൽറ്റിംഗ് അരിയാണ്. നമുക്ക് കുറേ അയ്യണും കോളൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ അതൊന്നും സ്മെൽറ്റ് ചെയ്യാനായിട്ട് സ്ഥലമില്ല. അപ്പം നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്മെൽറ്റിംഗ് അരിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിയിലുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടിയിലുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. നമ്മൾ വീടിൻ്റെ മൈനിങ് ഏരിയയുടെ അവിടെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇവിടെയൊക്കെ ഇത്ര കുഴിക്കണം, എന്നിട്ട് ഇവിടുത്തെ സൈഡിലത്തെ ബ്ലോക്കൊക്കെ കളയണം. ഇങ്ങനെ ഒരു റൂം പോലെ ആക്കി എടുക്കണം കുഴിച്ച്. ഞാൻ മേളിലത്തെ ബ്ലോക്കൊക്കെ ഇത്തിരി മാറ്റുന്നുണ്ട്. എന്നിട്ട് സൈഡിലൊക്കെ ഡീപ്പ് സ്ലെച്ചിൻ്റെ ബ്രിക്ക് അങ്ങ് വെക്കണം ഗൈസ്. ഇവിടെ താഴത്ത് വെച്ചേക്കണ ടോർച്ചൊക്കെ പൊട്ടിച്ച് കളയണം. ടോർച്ചിൻ്റെ പകരം വേറെ വല്ലതും വെക്കണം ലൈറ്റിനായിട്ട്. സൈഡിൽ ഡേർട്ടും പിന്നെ സ്റ്റോണൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പൊട്ടിച്ച് മാറ്റിയിട്ട് ഡീപ്പ് സ്ലെച്ചിൻ്റെ ബ്രിക്കാ അങ്ങനെ എന്തെങ്കിലും വേറെ നല്ല ബ്ലോക്ക് വെക്കണം. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് മൈനിങ് ഏരിയയുടെ അവിടെയായിട്ടാണ്. ഈ മൈനിങ് ഏരിയയുടെ അവിടെ നിന്ന് ഇത്തിരി താഴത്തേക്ക് പോയാലാണ് പിഗ്ഗിലിം ഫാം കിട്ടുക. പിഗ്ഗിലിം ഫാം കൊണ്ടുള്ള യൂസ് ഗോൾഡ് കിട്ടും. അപ്പോൾ ഇത്തിരി താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഗോൾഡ് ഫാമാണ്. ഇനി നമുക്ക് മുകളിൽ പോയിട്ട് ഇതൊക്കെ സ്റ്റോൺ കട്ടറിൽ വെച്ചിട്ട് നമുക്ക് സ്ലാബാക്കണം. നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ അക്ഷത് എന്ന പേരുള്ള ബ്രോ വീഡിയോൻ്റെ താഴത്തൊന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ബ്രോ മൈൻക്രാഫ്റ്റ് കളിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. മൈൻക്രാഫ്റ്റ് ഒരു സൂപ്പർ ഗെയിമാണ്, എല്ലാവരും കളിച്ച് നോക്കണം. സ്റ്റോൺ കട്ടറി വെച്ചിട്ട് ആ സ്ലാബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സ്റ്റാക്ക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 2 സ്റ്റാക്ക് സ്ലാബ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ സ്ലാബ് ഉണ്ടാക്കിയത്. ബ്ലോക്ക് ഉണ്ടാക്കിയ ഒരു സ്റ്റാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റാക്ക് തന്നെ കിട്ടത്തുള്ളൂ. ഞാനും എൻ്റെ കയ്യിലുള്ള ബ്ലോക്കൊക്കെ വെച്ച് സ്ലാബ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി അഥവാ കഴിഞ്ഞു പോയി എൻ്റെ കൂടി എടുത്ത് ഇവിടെ വയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് താഴത്ത് മൊത്തം ഈ ബ്ലോക്ക് വെക്കണം. ബ്ലോക്കല്ല സ്ലാബ് എന്ന് വെച്ചാൽ ബ്ലോക്ക് പോലെയല്ല ഗൈസ്. സ്ലാബ് എന്ന് വെച്ചാൽ ഒരു ബ്ലോക്കിൻ്റെ പകുതിയാണ് ഈ സ്ലാബ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഇനി നമുക്ക് സൈഡിലൊക്കെ വെക്കാനായിട്ട് ഏത് ബ്ലോക്കാണെന്ന് കണ്ടെത്തണം. എനിക്കിപ്പോൾ തോന്നുന്നത് ഡീപ്പ് സ്ലെറ്റ് ബ്രിക്കാണെന്നാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഡീപ്പ് സ്ലെറ്റ് ബ്രിക്ക് ഉണ്ടാക്കാം. ഡീപ്പ് സ്ലെറ്റ് ബ്രിക്ക് തന്നെ നമുക്ക് സൈഡിൽ വെക്കാം. ഞാനിത് സ്ലാബ് ഉണ്ടാക്കണില്ല, ഞാൻ ബ്ലോക്കാണ് ഉണ്ടാക്കണത്. ഞാൻ ഡീപ്പ് സ്ലെറ്റ് ബ്രിക്ക് വെച്ചിട്ടുണ്ട്. ഇത്തിരി സൈഡിൽ മാത്രമേ വയ്ക്കാത്തതുള്ളൂ, അത് നമുക്ക് വയ്ക്കാം. അപ്പം നമുക്ക് താഴത്തെ ടോർച്ചൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ട് നമുക്ക് ലാൻഡേണ വല്ലതും വയ്ക്കാം. നമുക്ക് ഇപ്പം ഇങ്ങനെ ഫെൻസ് വയ്ക്കാം. എന്നിട്ട് ഈ ഫെൻസ് വെച്ചതിൻ്റെ താഴത്ത് ലാൻഡേണ നമുക്ക് വെക്കണം ഗൈസ്. പിന്നെ നമ്മൾ ഇവിടെ കുറേ ഫർണസ് വെക്കുന്നുണ്ട്. ഈ എല്ലാ ഫർണസിലും ഞാൻ സ്മെൽറ്റ് ചെയ്യാനൊന്നും പോകണില്ല. സ്മെൽറ്റിങ് ഏരിയ എന്നറിയാനും ഇനി കുറേ സ്മെൽറ്റ് ചെയ്യാനുണ്ടെങ്കിൽ സ്മെൽറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത്ര ഫർണസ് ഞാൻ വയ്ക്കുന്നത്. ഇനി നമുക്ക് ഇത്തിരി പ്ലാങ്ക്സ് ഉണ്ടാക്കണം. പ്ലാങ്ക്സ് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കണം. ആ ചെസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ കൊണ്ടുപോയി വെക്കണം. നമുക്ക് ഈ ചെസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും വയ്ക്കാം. ഇവിടെ ഇട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം ഈ ചെസ്റ്റ്. ഇനി നമുക്ക് ഇത്തിരി ട്രാപ്പ് ഡോർ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വയ്ക്കാം. അതിന് ശേഷം അതിൻ്റെ മുകളിൽ 2 ഇതേപോലെയും വയ്ക്കാം. അങ്ങനെ ടേബിൾ പോലെ വെക്കണം ഗൈസ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്കൊരു പോട്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫ്ലവർ വെക്കണം. ഇതിൻ്റെ മുകളിലൊരു പോട്ട് വെച്ചിട്ട് ഏത് ഫ്ലവർ വെക്കണം എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. നമുക്ക് ക്ലേ സ്മെൽറ്റ് ചെയ്ത് അങ്ങനത്തെ ബ്രിക്ക് കിട്ടും. ആ ബ്രിക്ക് എടുത്തിട്ട് നമുക്ക് ഒരു
പോട്ട് അല്ലെങ്കിൽ ചെടിച്ചട്ടി ഉണ്ടാക്കണം. ആ ചെടിച്ചട്ടിയും ഞാൻ ആദ്യമായിട്ടാണ് ഇത് മൈൻക്രാഫ്റ്റിൽ കാണുന്നത്. ഇത് കണ്ടിട്ടുണ്ട്, ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഇതിൻ്റെ യൂസ് എന്ന് നോക്കണം. ഇതെവിടെ വയ്ക്കാം? നമുക്ക് ഇവിടെ ഇട്ട് വയ്ക്കാം. നമുക്ക് ഇതിൻ്റെ യൂസ് നോക്കാം. ഇപ്പം നമുക്ക് ഈ പോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം. എന്നിട്ട് ഈ പോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഈ ഓറഞ്ച് ഫ്ലവർ വയ്ക്കണം. നമുക്ക് ഈ ചെസ്റ്റ് പൊട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ അങ്ങ് വെച്ചാലോ? ഇവിടെ ഇട്ട് വയ്ക്കാൻ പറ്റുമോ? ഇവിടെ ഇട്ട് വയ്ക്കാൻ പറ്റില്ലല്ലേ? അപ്പം നമുക്ക് ഇതിൻ്റെ സൈഡിലിരിക്കുന്ന ട്രാപ്പ് ഡോറ് പൊട്ടിച്ച് കളഞ്ഞാലോ? അവിടെ വയ്ക്കാൻ പറ്റുമോ നോക്കണം. നമുക്ക് ഇവിടെ ചെസ്റ്റ് വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ, എന്നിട്ട് ആ പോട്ട്, ആ ചെടിച്ചട്ടിയുടെ മുകളിൽ നമുക്ക് ഈ ഫ്ലവർ വയ്ക്കാം. ഈ ട്രാപ്പ് ഡോർ അവിടെ വയ്ക്കാൻ പറ്റുമോ? അവിടെ വയ്ക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് ഈ ഫ്ലവർ അവിടെ വയ്ക്കണം. ഇവിടെ കുറേ കോഴികളൊക്കെ ഉണ്ട്. നമ്മൾ ഈ വെയിൽ തുടങ്ങിയ സമയത്ത് പിടിച്ചിട്ടതാണ്. ഇനി നമ്മൾ മറ്റേത് ഉണ്ടാക്കി മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ യൂസ് എന്തൊക്കെയാണെന്ന് നോക്കണം. നമുക്ക് ഈ പൂവിടാൻ പറ്റുമോ? ഈ പൂവിടാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ആ പൂവ് വയ്ക്കാനൊന്നും പറ്റില്ല. നമുക്ക് ആ പോട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് കിട്ടും. പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇട്ട പൂവ് കിട്ടും. അപ്പോൾ വീണ്ടും അവിടെ വെച്ചിട്ട് നമുക്ക് 2 പൂവ് ഒരേപോലത്തെ ഇട്ട് നോക്കാം. അത് ഇടാൻ പറ്റും. അപ്പം നമുക്ക് സ്വീറ്റ് ബെറി ഇട്ട് നോക്കാം. എന്തോരം ഇടാൻ പറ്റുമെന്ന് നോക്കാം. ഒരു സ്റ്റാക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ. അത് മൊത്തം ഇടാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ 28 സ്വീറ്റ് ബെറിയും കൂടി ഉണ്ട്. അപ്പം നമ്മൾ ഒരു സ്റ്റാക്ക് മൊത്തം ഇട്ട് കഴിഞ്ഞു. നമ്മൾ വേറെ ഒരെണ്ണം കൂടി ഇടാൻ നോക്കിയപ്പോൾ പറ്റിയില്ല. ഒരു സ്റ്റാക്ക് ഫ്ലവർ തന്നെയാവും ഇടാൻ പറ്റുള്ളൂ. സ്വീറ്റ് ബെറി പോലെ തന്നെയാണ് ഫ്ലവറും. പക്ഷേ സ്വീറ്റ് ബെറി കഴിക്കാൻ പറ്റും, ഫ്ലവർ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്റ്റാക്ക് ഫ്ലവർ തന്നെയാവും ഇടാൻ പറ്റാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരും ലൈക്ക് ചെയ്യണില്ല, അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ കമൻറ്റൊക്കെ ചെയ്യുക. പിന്നെ നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ.